ശബരിമലയിൽ ആശങ്ക തീർത്ത അസാധാരണ തിരക്ക്. ഭക്ഷണവും വെള്ളവുമില്ലാതെ ഭക്തർ കാത്തു നിൽക്കേണ്ടി വന്നത് 15ഓളം മണിക്കൂർ. തിരക്ക് കുറയ്ക്കാൻ അടിയന്തര ഇടപെടൽ. സ്പോട്ട് ബുക്കിംഗ് 20,000 കുറച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ദേവസ്വം ബോർഡും പോലീസും. സർക്കാർ പരാജയമെന്നും ഹൈക്കോടതി ഇടപെടണമെന്നും വി ഡി സതീശൻ. ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ ആകെ പിഴച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് മൂലം ഉദ്യോഗസ്ഥരുടെ യോഗം പോലും വിളിക്കാനായില്ല. NDRF സംഘം എത്തിയില്ല. ജീവനക്കാർക്കുള്ള മെസ് വരെ തുടങ്ങിയില്ല. ആവശ്യത്തിന് വളണ്ടിയർമാരുമില്ല. യോഗം വിളിക്കാൻ അനുമതി തേടുമെന്ന് ദേവസ്വം മന്ത്രി. മോദിയെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ. ഗോയങ്ക പരമ്പരയിലെ പ്രസംഗം മികച്ചതെന്ന പ്രശംസ. തരൂരിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് MM ഹസൻ. പാർട്ടി വിടുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടിക്കുള്ളിൽ തരൂർ നടത്തുന്നതെന്ന് ഹസൻ. SIR-നെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ തടയണമെന്ന ആവശ്യം. ഹർജിയുമായി KPCC-യും കോടതിയിൽ. BLO-യുടെ ആത്മഹത്യയിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. ആവശ്യമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. ബീഹാറിലെ വൻ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യം ഉലയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം ചോദ്യം ചെയ്ത പാർട്ടികൾ. ബീഹാറിൽ NDA നിയമസഭാ കക്ഷി യോഗം ചേരും. കുടുംബകാര്യങ്ങൾ വീട്ടിൽ പരിഹരിക്കുമെന്ന് ലാലു പ്രസാദ് യാദവ്. കോഴിക്കോട്ടെ VM വിനുവിന്റെ വോട്ടിൽ വിവാദം തുടരുന്നു. 2020-ലെ വോട്ടർ പട്ടികയിലും പേരില്ല. വോട്ട് ചെയ്തെന്ന് വിനു. പിന്നിൽ ഗൂഢാലോചനയെന്ന് കോൺഗ്രസ്. ആരും വേണമെങ്കിൽ പറഞ്ഞ വോട്ട് ചെയ്ത് എനിക്കല്ല അറിയാം. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫ് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. വൈഷ്ണ സുരേഷ് മത്സരിക്കുന്നതിൽ തീരുമാനം നാളെ. കേരളത്തിൽ വീണ്ടും ശക്തമായ മഴ. കന്യാകുമാരി കടലിനു മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. ക്രമീകരണത്തിലെ പാളിച്ച കാരണം ഇന്ന് ശബരിമലയിൽ ഉണ്ടായത് അതീവ ഗുരുതരമായ സ്ഥിതി. നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തീർത്ഥാടകർ എത്തിയതോടെ കാര്യങ്ങൾ ഒരു വേള കൈവിട്ടുപോയി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഭയാനകമായ ആശങ്കയുടെ സാഹചര്യം ഒഴിഞ്ഞത്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഭക്തരെത്തിയതും ശബരിമലയിലെ ക്രമീകരണങ്ങൾ പൂർണ്ണതോതിലാകാത്തതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. പമ്പയിലും നിലയ്ക്കലിലും സമാന സാഹചര്യമായിരുന്നു. ഭയവും ആശങ്കയും സൃഷ്ടിക്കുന്ന മണിക്കൂറുകളാണ് ഇന്ന് ശബരിമലയിൽ ഉണ്ടായത്. ശബരിമലയിൽ മാത്രമല്ല, പമ്പയിലും നിലയ്ക്കലുമൊക്കെ സ്ഥിതി വ്യത്യസ്തമായില്ല. ശബരിമലയിൽ 18-ാം പടിക്ക് താഴെയും ശരംകുത്തിയിലും മരക്കൂട്ടത്തുമൊക്കെ മണിക്കൂറുകളോളം ആളുകൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു തീർത്ഥാടക പ്രവാഹം. സീസൺ തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ 2 ആഴ്ചയെങ്കിലും വലിയ തോതിൽ ഭക്തർ അങ്ങനെ വരാത്തതാണ്. ആ സമയം കൊണ്ടാണ് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ പൂർത്തിയാക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി വലിയ തോതിൽ ജനങ്ങൾ വരുന്ന ഒരു സാഹചര്യം. 2 ദിവസം കൊണ്ട് ഏതാണ്ട് 2.25 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ശബരിമല ദർശനത്തിന് എത്തി. ഇതിൽ PRD പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണെങ്കിൽ 2,96,000 വൈകിട്ട് വരെ ഉള്ളത്. പക്ഷേ പോലീസ് തന്നെ പറയുന്നത് മറ്റ് വഴികളിലൂടെ ദർശനത്തിന് എത്തിയ തീർത്ഥാടകരുണ്ട്. അതെല്ലാം ചേർക്കുമ്പോൾ ഏതാണ്ട് 2.25 ലക്ഷത്തിനടുത്ത് ആളുകൾ ഉണ്ടാകും എന്നതാണ് ആശങ്കയുടെ ആദ്യ നിമിഷങ്ങളിൽ ഈ സ്ഥിതി ഭയപ്പെടുത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞത്. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2ാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. സന്നിധാനത്ത് പോലീസും ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാരും ചേർന്ന് മനുഷ്യമതിൽ നിർമ്മിച്ചാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത്. ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. തിരമാല പോലെ ആടി ഉലയുന്ന ജനക്കൂട്ടം, അതിനിടയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇതെല്ലാം തന്നെ കണ്ടുനിന്നവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായി. ശബരിമല വന്നിട്ട് ഇത്രയും മോശമായിട്ട് ശബരിമലയിൽ വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പമ്പയിൽ 2 മണിക്കൂർ മറ്റേ ടോക്കൺ ക്ലിയർ ചെയ്യാൻ നിർത്തി. 4 മണിക്ക് പമ്പയെ വന്നാണ്. സാധാരണ 4 മണിക്ക് പമ്പയെ വന്നാൽ
11 മണിയാകുമ്പോഴേക്കും ദർശനം കഴിഞ്ഞ് ഇറങ്ങാനാണ്. 11 മണിയാകുമ്പോഴേക്കും ഈ നേരമായിട്ടും 18 മണി കയറാൻ പറ്റില്ല. മാളിയപ്പുറത്തേക്ക് ഇതിലേക്ക് എത്തിവിട്ട് 18 മണി കയറാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ ആർക്കും അറിയില്ല ഏതിക്കോടെ 18 മണി. ഞങ്ങൾക്ക് ഇനി എവിടെയും പോകണ്ടെന്ന് അറിയാൻ പാടില്ല. ಸ್ವಾಮಿ ಬಹಳ ಕಷ್ಟ ಆಯ್ತದೆ ಜನಗಳಿಗೆ. ಮತ್ತೆ ಯಾವುದೇ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ. ಮೊದಲು ಇಲ್ಲಿ ತುಂಬಾ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ ಸ್ವಾಮಿ. ತುಂಬಾ ಕಷ್ಟ ಆಯ್ತದೆ. ಎಷ್ಟೋ ಜನ ದರ್ಶನ ಮಾಡನೆ ಹೋಯ್ತಿದ್ದಾರೆ. ಸಾವಿರಾರು ಕಿಲೋಮೀಟರ್ ಬಂದು ವಾಪಸ್ ಹೋಯ್ತಿದ್ದಾರೆ ಸ್ವಾಮಿ. ದರ್ಶನ ಮಾಡ್ತಾ ಇಲ್ಲ ಯಾರುವೆ. ಕರ್ನಾಟಕದಿಂದಾಗ್ಲಿ ಹೊರಗಡೆಯಿಂದಾಗ್ಲಿ ದಯವಿಟ್ಟು ಈ ಕ್ಷಣಕ್ಕೆ ಯಾರೂ ಬರೋದು ಬೇಡ. ಕಾರಣ ಏನು ಅಂದ್ರೆ ನಮ್ಮ ಕಣ್ಣು ಮುಂದೆ 4 ಜನ ಮಕ್ಕಳು ಸತ್ತೋದ್ರು ಸ್ವಾಮಿ. ಕಣ್ಣು ಮುಂದೆ ಉಳ್ಸಕ್ಕಾಗಿಲ್ಲ. ವಯಸ್ಸಾದವರು 4 ಜನ ವಾಪಸ್ ಕಳ್ಸಿದ್ವಿ. ನಾವು ಅಲ್ಲಿಂದ ಹೋಗ್ಬಿಟ್ಟು ವಾಪಸ್ ಬಂದ್ವಿ ಸ್ವಾಮಿ. ಕಣ್ಣಲ್ಲಿ ನೀರು ಬಂತು. All other fellows are being allowed. There is a complete mismanagement and there is a disaster waiting to happen. Please take immediate action. ഇപ്പൊ തന്നെ എനിക്ക് ആശങ്ക മാറി. ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് പേരാകുമ്പോഴത്തേക്ക് തുറന്നു വിടുന്നു. ഇവിടെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. എല്ലാവർക്കും 18 മണി കയറുകയും ചെയ്യും. നമ്മുടെ ഉദ്ദേശം എന്താണ്? ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല. അറിഞ്ഞ ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18 മണി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൈവിട്ടു പോയൊരവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറയാനാണ്. ADGP എസ് ശ്രീജിത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകി. കേന്ദ്ര സേനകൾ ഇതുവരെ സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ തന്നെ NDRFും അതോടെ തന്നെ RAFും ഇവിടേക്ക് വരുന്നതാണ്. പക്ഷേ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ യാത്രയുടെ ഷെഡ്യൂളിൽ മാറ്റം വന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനും ഒപ്പം തന്നെ ഒരു കൂട്ടം അയ്യപ്പന്മാരുടെ സഹായം, അവരുടെ സേവനം കൊണ്ടും സാധിച്ചു എന്നത് ആശ്വാസകരമായി. ബുക്കിങ്ങിന് നമ്മൾ അവസരം കൊടുത്തിട്ടുള്ള ബുക്കിങ്ങിനുള്ള സംവിധാനം ഉപയോഗിക്കാതെ ഇഷ്ടംപോലെ കയറി വരുന്ന രീതി അത് പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചില കൺഫ്യൂഷൻസ് ആണ്. ആ കൺഫ്യൂഷൻസ് മുഴുവൻ മാറിയിട്ടുണ്ട്. ഇനി പിന്നെ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവര് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സ്ലോട്ട് ഒഴിവാകുന്നവരെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ടേ വരാൻ പാടുള്ളൂ. ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിർദ്ദേശമാണ്. നിലയ്ക്കലാണ് കൂടുതൽ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ കൗണ്ടറും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഭക്തർക്ക് വേണ്ടിയുള്ള നന്മയും സേവന നന്മതയും മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അവരോട്. ചിലപ്പോൾ ഇത്തിരി കർക്കശത്തോടുകൂടി പറയുന്നുണ്ടെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ബലപ്രയോഗം ഇവിടെ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിലും ശബരിമലയിൽ തിരക്ക് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പമ്പയിലേക്ക് ആളുകൾ കൂടുതൽ എത്താതിരിക്കാനുള്ള ക്രമീകരണം, അത് നിലയ്ക്കലിൽ കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നീങ്ങുന്നത്. 4 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ തുടങ്ങുക, പമ്പയിലേക്ക് ആളുകൾ എത്താതിരിക്കുകയും അവരെ ആദ്യം നിലയ്ക്കലിൽ കൂടുതൽ സമയം തങ്ങാൻ അവസരമൊരുക്കുകയും അവിടെ നിന്ന് വിശ്രമത്തിന് ശേഷം അവരുടെ സമയമാകുമ്പോൾ മാത്രം ദർശനത്തിന് വേണ്ടി പമ്പയിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് പോകാനാണ് ആലോചിക്കുന്നത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 സന്നിധാനം. ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് 20,000 നിജപ്പെടുത്തും. കൂടുതലായി എത്തുന്ന ഭക്തർക്ക് തൊട്ടടുത്ത ദിവസം ദർശനത്തിന് സൗകര്യമൊരുക്കും. നിലയ്ക്കലിൽ പുതുതായി 7 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനും തീരുമാനിച്ചു. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്. അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70ഉം 20ഉം 90,000 ആളുകൾ, കോട്ടയം ഒരു 10 പേരും, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ശബരിമലയിലെ മുന്നൊരുക്കം തടസ്സപ്പെടാൻ കാരണമായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതി കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അനുമതി നിഷേധിച്ചത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും വിലങ്ങുതടിയായി എന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. അവസാനഘട്ട ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചില്ല എന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഈ അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി മന്ത്രി VN വാസവൻ ശബരിമലയിൽ പോകാനും അവിടെ വെച്ച് യോഗം വിളിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്താനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടി. എന്നാൽ കമ്മീഷൻ അനുമതി നൽകിയില്ല. മാത്രമല്ല മന്ത്രിക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ വിലക്കും ഏർപ്പെടുത്തി. അതുകൂടിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സർക്കാരിന് കൂടി നാണക്കേടാകുന്ന തരത്തിലുള്ള
വലിയ തിരക്കാണ് ശബരിമലയിൽ ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മുന്നൊരുക്കങ്ങൾ വേണ്ടവിധം നടന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടയിലാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ തുടക്കം തന്നെ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ പാളുന്നത്. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മുന്നൊരുക്കങ്ങൾ വേണ്ടവിധം നടന്നില്ല എന്ന വിമർശനവുമായി കുറ്റപ്പെടുത്തലുമായി വരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെയും ബാധിക്കും. ഏതായാലും എത്രയും വേഗം തിരക്ക് നിയന്ത്രിച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന കാര്യമാണ് സർക്കാരും ദേവസ്വം ബോർഡും ആലോചിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി പല യോഗങ്ങൾ വിളിക്കുന്നതിന് തടസ്സമെന്ന വാദം കൂടി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യമാണെന്നും സതീശൻ പറഞ്ഞു. ശബരിമലയിലെ തിരക്കിന് കാരണം സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിമർശിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായവരെ രക്ഷിക്കാനുള്ള തിരക്കിലാണ് സർക്കാരെന്നും വിമർശനം. ആരെങ്കിലും പഴിചാരി രക്ഷപ്പെടാതെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. തിരക്ക് കാരണം ശബരിമല ദർശനം ലഭിക്കാതെ നിരവധി തീർത്ഥാടകരാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം നടത്തി മടങ്ങിയത്. ബംഗളൂരുവിൽ നിന്നും സേലത്തു നിന്നും എത്തിയവരാണ് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടും ദർശനം ലഭിക്കാത്ത സാഹചര്യത്തിൽ മടങ്ങിപ്പോയത്. ശനിയാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് സേലത്ത് നിന്നും കോയമ്പത്തൂർ അങ്ങനെ തമിഴ്നാട്ടിലെ പല ജില്ലകളിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരാണ് ഇവിടെ നിൽക്കുന്നത്. അവർ ശബരിമല പോയിട്ട് അവർക്ക് നിലയ്ക്കൽ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ബസ് സൗകര്യമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് കുറച്ച് ആൾക്കാർ പമ്പയിൽ വരെ പോയിട്ട് അവിടുത്തെ ആ ക്യൂവിൽ നിന്നിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവർ തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ വലിയവയ്ക്കൽ ക്ഷേത്രത്തിൽ തേങ്ങ നെയ്യഭിഷേകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് ആരോ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് പുതുക്കിയ മുന്നറിയിപ്പുള്ളത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കന്യാകുമാരിയിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ ശക്തമാവുന്നത്. ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഇടിമിന്നലോടുകൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ SIR തടയണമെന്നാണ് ഹർജിയിൽ ആവശ്യം. ചീഫ് സെക്രട്ടറിയാണ് ഹർജി നൽകിയത്. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളും ഒരേ സമയം നടത്തുന്നത് ഭരണ സംവിധാനം സ്തംഭിപ്പിക്കുമെന്ന് ഹർജിയിൽ പറയുന്നു. കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. അനീഷിന്റെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറും. ആവശ്യമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. കുടുംബങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി. അതേസമയം അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയെന്ന കോൺഗ്രസ് ആരോപണം CPM തള്ളി. വോട്ടർ പട്ടികയിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് ഒഴിവാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു. VM വിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷനിൽ 2020-ലും വിനുവിന് വോട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് ആവർത്തിക്കുകയാണ് വിനു. VM വിനു എന്ന് പറഞ്ഞ ഒരാള് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന് പറയാൻ എന്തൊരു അവസ്ഥയിലേക്ക് വരില്ലേ? ഉറപ്പല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ മനുഷ്യരോട് ഉണ്ടായിട്ടില്ല. ഈ ഭൂമി അങ്ങനെ പലതിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ 18 ഇനി എൻ്റെ നീക്കം 18 വയസ്സിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടവകാശം കൃത്യമായും കിട്ടാനില്ല. ആ പോരാട്ടത്തിൽ ഞങ്ങൾ കലക്ടർ നിലയ്ക്ക് ഉറപ്പിൽ വിശ്വസിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോയ പ്രതി സംഘത്തോടും MK രാഘവന്റെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ല. വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകി. അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ERO-വിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അപേക്ഷയുമായി ERO-നെ കാണാം. 18 വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം ഞങ്ങൾ വിശ്വസിക്കണം? വോട്ടർ പട്ടികയിൽ പേരുന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, ഏതൊരാളുടെയും അവകാശമാണ്.
ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുമെന്നുള്ള സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ബട്ട് ഇറ്റ് ഇസ് എ ലെസൺ, പാഠമാണ്, സംശയമില്ല കാര്യം. ശരി, വോട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയ കോൺഗ്രസ് ബിനുവിനെ അവഹേളിക്കുകയാണെന്നായിരുന്നു CPM-ന്റെ പ്രതികരണം. നിയമപ്രകാരമല്ലാതെ വോട്ട് ചേർത്താൽ എതിർക്കുമെന്നും CPM പ്രതികരിച്ചു. ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും വോട്ടർ പട്ടിക പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കില്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയില്ലേ? ബിനുവിനെ സംബന്ധിച്ച് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2020 അയാൾ വോട്ട് ചെയ്തിട്ടില്ല. 2020 വോട്ടർ പട്ടികയിൽ അയാൾക്ക് വോട്ടില്ല. ഇനി കോൺഗ്രസിന് അതുമാത്രമാണ്. ഇപ്പോൾ 19-ാം വാർഡിലെ ബിന്ദുവിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവർ വോട്ടൊക്കെ ചോദിച്ചു നടന്നിരിക്കുന്നത്. അവർക്ക് വോട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രം പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇതൊന്നും അതിലൊരു പ്രശ്നമൊന്നുമല്ല. ഇതൊന്നല്ല അവരുടെ അജണ്ട. വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കപ്പെട്ട തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മത്സരിക്കാനാകുമോ എന്നതിൽ തീരുമാനം നാളെ 12 മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അറിയിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ വൈഷ്ണയുടെ ഹിയറിംഗ് 2.5 മണിക്കൂർ നീണ്ടു. അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈഷ്ണ പ്രതികരിച്ചു. തീരുമാനമൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. നാളെ 12 മണിയോടുകൂടി അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നിയമത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായം നടപ്പിലാക്കുന്നത് തന്നെയാണ് ശുഭപ്രതീക്ഷ. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതെ, നമുക്ക് ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരസഭയോ അതേപറ്റിയുള്ള ഓഫീസർമാരൊന്നും തന്നെ നമ്മുടെ ഭാഗം കേൾക്കാനായി തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയറായി നമ്മുടെ ഭാഗം കേട്ടു. നമുക്ക് പറയാനുള്ള എല്ലാം തന്നെ അദ്ദേഹം കേട്ടു. അപ്പോൾ വളരെയധികം വിശ്വാസമുണ്ട്, നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പ്രചരണം തുടരും. കാരണം പാർട്ടി തീരുമാനം അങ്ങനെയാണ്. പരാതിക്കാരനായ ധനേഷ് കുമാറും ഹിയറിംഗിന് ഹാജരായിരുന്നു. 2 വാദം കേട്ടു. ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസമില്ലാത്ത ആള് പഴയ TC നമ്പറിന്റെ പേര് പറഞ്ഞാണ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പാസ്പോർട്ട് പോലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് പഴയ TC നമ്പർ വെച്ചാണ്. അപ്പോൾ കള്ളവോട്ട് ചേർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. ഇവിടെ താമസമില്ലാത്ത ആള് വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കള്ളവോട്ട് ചേർത്തതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. ആ പാസ്പോർട്ട്, ലൈസൻസ് ഇതെല്ലാം 3/564 എന്നുള്ള TC-യിലാണ് എടുത്തത്. അവിടെ താമസിക്കുന്ന അനിമോൾ എന്നുള്ള ഒരാളാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്നലെ അവർ ഗ്യാസ് എടുത്തതിന്റെ ഗ്യാസിന്റെ ബില്ലുണ്ട്. ഇവർ പറയുന്നത് ഇപ്പോഴും ഞാൻ അവിടെ ആ വീട്ടിൽ താമസിച്ചെന്നാണ് എതിർകക്ഷി പറയണത്. പക്ഷേ അവിടെ അനിമോൾ എന്നുള്ള ആളാണ് ആ വീട്ടിൽ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത്. വൈകുന്നേരം 3 മണിയോടെയാണ് വൈഷ്ണ സുരേഷും വൈഷ്ണയുടെ അഭിഭാഷകനും അതോടൊപ്പം പരാതിക്കാരനായ സുധേഷ് കുമാറും അടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുമ്പാകെ ഹിയറിംഗിന് ഹാജരായത്. തുടർന്ന് ഈ പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും വൈഷ്ണ സുരേഷും അതോടൊപ്പം അഭിഭാഷകനും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചു. അതിനുശേഷം പരാതിക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കള്ളവോട്ട് ചേർക്കാനുള്ള നീക്കമാണ് ഉണ്ടായത് എന്ന് പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രേഖകൾ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തീരുമാനം അറിയിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഇത് ഹൈക്കോടതിയിൽ തീരുമാനം അറിയിക്കാനാണ് സാധ്യത. അതല്ല എങ്കിൽ നേരിട്ട് ഈ സ്ഥാനാർത്ഥിയെ തന്നെ അറിയിച്ചേക്കും. അക്കാര്യത്തിൽ നാളെ മാത്രമേ ധാരണ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും പരാതിയിൽ ഈ പരാതിക്കാരൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കള്ളവോട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നതെന്ന പരാതിയിൽ ഈ സുധേഷ് കുമാർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം മാത്രമാണ് എന്ന പ്രതിരോധം തീർത്തുകൊണ്ട് പ്രചാരണം തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ പ്രചാരണം തുടരാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയായ വൈഷ്ണ സുരേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ. രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിൽ മോദി നടത്തിയ പ്രസംഗത്തെയാണ് സമൂഹമാധ്യമമായ എക്സിലൂടെ തരൂർ പ്രശംസിച്ചത്. വികസനത്തോടുള്ള പ്രതിബദ്ധതയും സാമ്പത്തിക കാഴ്ചപ്പാടും വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെന്നാണ് വാദിച്ചതെന്നും തരൂർ പറഞ്ഞു. മോദിയുടെ ചിത്രങ്ങൾ സഹിതമാണ് തരൂർ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിപ്പിട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു. കിരൺ, വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗ പരമ്പരയിൽ മോദിയുടെ ഒരു പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അത് പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് അങ്ങനെ വെറുതെ സാധാരണ മട്ടിലിട്ട ഒരു പോസ്റ്റായി കാണാൻ കഴിയില്ലല്ലോ.
ശ്രീജ, നമുക്ക് പറയാൻ കഴിയുന്നത് എന്നെ ഒന്ന് പുറത്താക്കൂ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ശശി തരൂർ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്താക്കില്ല, വേണമെങ്കിൽ പുറത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനും ശശി തരൂരിനും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. രണ്ടുപേരും, ഒരാൾ ആഗ്രഹിക്കുന്നത് തന്നെ പുറത്താക്കണമെന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഒരു കാരണവശാലും പുറത്താക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. നേരത്തെയൊക്കെ പലപ്പോഴും ശശി തരൂർ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് കൃത്യമായ മേൽക്കൈ കിട്ടുന്നില്ല എന്ന ഘട്ടത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, തുടർച്ചയായി ഇത്തരത്തിലെ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ഇത്തരത്തിലെ പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ വാക്കുകളെ ഏറ്റവും പ്രയാസത്തിലാക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ നീക്കങ്ങളെ അപ്രസക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതുതന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഗോയങ്ക പ്രഭാഷണ പരമ്പരയിൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രഭാഷണമാണ്. 200 വർഷത്തെ കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിലേക്ക്, ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറി പുത്തൻ മാനസികാവസ്ഥയിലേക്ക് വരണം. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് വലിയ പ്രതിബദ്ധതയുണ്ട്. അതിന് വികസനത്തെക്കുറിച്ച് വല്ലാത്ത ത്വരിത വേഗത്തിൽ പോകണമെന്നുള്ള അദ്ദേഹത്തിന് വലിയ ആത്മാർത്ഥതയുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക കാഴ്ചപ്പാടുകൾ, അതൊക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങളായി എടുത്തു പറഞ്ഞുകൊണ്ട് എന്തിനൊക്കെയാണോ ഇത്ര കാലവും ശശി തരൂരിൻ്റെ പുസ്തകങ്ങളിലൂടെ, തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, തൻ്റെ പാർട്ടി നിലപാടുകളിലൂടെയൊക്കെ എതിർത്തത്, അതിനെ ഓരോന്നിനെയായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ശശി തരൂർ മാറിയിരിക്കുന്നു എന്നത് വേണം പ്രധാനമായും കാണാൻ. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ശശി തരൂരിനെ പോലെ പ്രവർത്തക സമിതി അംഗമായിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നത്, എന്നെ ആരും അവിടേക്ക് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല, പോയവരൊക്കെ ഉത്തരം പറയട്ടെ എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ശശി തരൂർ പ്രവർത്തക സമിതി അംഗമാണ്. സ്വാഭാവികമായും ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിലൊക്കെ നോക്കേണ്ട ആൾ തന്നെയാണ്. പക്ഷേ ശശി തരൂർ കൃത്യമായും താൻ മാറി നിന്നുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഈ ആഴ്ച വീണ്ടും നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ നിരവധി തവണയാണ് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സംഘമായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയ സന്ദർശനം, അതിനുശേഷം നടത്തിയ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണം, ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ, അത് രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയുടെയും വികസനത്തിൻ്റെയും ഒക്കെ ലക്ഷണമാണ്. എങ്ങനെയാണ് ഒരു BJP നേതാവ് അതിനോട് പ്രതികരിക്കുന്ന ആ മട്ടിൽ തന്നെയായിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണവും. എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം തന്നെ കോൺഗ്രസ് അതിനെ അവഗണിച്ച് തള്ളുക എന്നുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമാണ് എന്നാണ് നമുക്ക് വിലയിരുത്താനാവുക. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. അതേസമയം ഇന്നും വലിയ രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, MM ഹസന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഇപ്പോൾ തരൂർ ചെയ്യുന്നത് പാർട്ടിക്ക് പുറത്തു പോകുന്നതിനേക്കാൾ വലിയ തെറ്റാണ് എന്നായിരുന്നു പ്രതികരണം. ഇനി ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബി ചാവേർ ആക്രമണങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന്റെ വീഡിയോ News 18 ലഭിച്ചു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ ഹമാസ് മോഡൽ ആക്രമണങ്ങൾ രാജ്യത്ത് നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് വിവരം. ആക്രമണത്തെ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് രക്തസാക്ഷിത്വമാണ് എന്നാണ് ഉമർ നബി വീഡിയോയിൽ പറയുന്നത്. സ്ഫോടനത്തിന് 2 മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ ടെലഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആണിത്. ഇംഗ്ലീഷ് ഭാഷയിൽ ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് ഉമറിന്റെ സംഭാഷണങ്ങൾ. ഉമർ നബിയുടെയും സംഘത്തിന്റെയും വലയിലായ യുവാക്കൾക്കായി പങ്കുവച്ച വീഡിയോ ആണിതെന്നാണ് സംശയം. നവംബർ 10 സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ നിരവധി അറസ്റ്റുകളാണ് നടന്നത്. അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്നത് അതിനിർണായകമായ വിവരങ്ങളും. രാജ്യത്തെ തിരക്കുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ സംഘത്തിന് പദ്ധതിയുണ്ടായിരുന്നു. പുൽവാമ സ്വദേശി ജാസിർ ബിലാൽ എന്ന യുവാവ് ഇതിനായി ഡ്രോണുകൾ ഉണ്ടാക്കാൻ നീക്കം നടത്തി വരികയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മകൻ ഭീകരവാദത്തിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളുടെ പിതാവ് ബിലാൽ അഹമ്മദ് വാനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. മുസുമൽ ഷക്കീൽ, ഷഹീൻ സയ്യിദ്, മൊഹീദ്ദീൻ, അദീൽ റാത്തർ, അമീർ റാഷിദ്, ജാസിർ, ഇർഫാൻ അഹമ്മദ് തുടങ്ങി സംഘത്തിലെ പ്രധാനികളെല്ലാം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. കൂടാതെ ഫരീദാബാദിലെയും അനന്തനാഗിലെയും ഡോക്ടർമാരും NIA-യുടെ നിരീക്ഷണത്തിലാണ്. അതിനിടെ അൽഫല സർവകലാശാലയിലേക്ക് ED സംഘവും എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, News 18. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാതെ ഇന്ത്യ. ബംഗ്ലാദേശ് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ആലോചിക്കാമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് പ്രശ്നം രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. വിഷയം കരുതലോടെ കൈകാര്യം ചെയ്യാനാണ് നീക്കം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, ഇതൊരു
നയതന്ത്ര തലത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷേ അപ്പോഴും അഭയം തേടി വന്ന ഷെയ്ഖ് ഹസീനയെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാവുമോ എന്നതാണ് അറിയേണ്ടത്. ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്? ശ്രീജ, 2013 ഒപ്പിട്ട കരാർ പ്രകാരം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ കുറ്റവാളികളെ വിട്ടുകൊടുക്കാനുള്ള പ്രത്യേക ഒരു നിയമം അല്ലെങ്കിൽ ഒരു കരാറുണ്ട്. അപ്പോൾ എന്നാൽ ഇതനുസരിച്ച് ഈ പൊളിറ്റിക്കലായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൈമാറാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു നിയമം നിലനിൽക്കുന്നില്ല എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഹോൾ ഈ നിയമത്തിലുള്ള 2013 ഈ എക്സ്ട്രഡിഷൻ ട്രീറ്റിയിലുള്ള ഈ ഒരു ലൂപ്പ് ഹോൾ അനുസരിച്ച് ഷെയ്ഖ് ഹസീനെ നിലവിലെ സാഹചര്യത്തിൽ വിട്ടുകൊടുക്കണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. അത് മാത്രമല്ല, ബംഗ്ലാദേശ് സർക്കാർ അനൌദ്യോഗികപരമായിട്ടാണ് ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഔദ്യോഗികമായി രേഖാമൂലം ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ മുന്നോട്ട് നീക്കാം എന്നാണ് ഇന്ത്യ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്. ഇതുവരെ ഒരു ഔദ്യോഗികമായ ഒരു രേഖ നൽകിയിട്ടില്ല. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും അല്ലാതെ മറ്റ് മാധ്യമങ്ങൾ വഴിയൊക്കെ അവിടെ നേതാക്കൾ പ്രതികരിച്ചത് മാത്രമാണ് നിലവിൽ ഇന്ത്യക്ക് മുന്നിൽ ഒരു അറിയിപ്പായിട്ടുള്ളത്. ഇത് ഒരു രേഖാമൂലം നൽകിയാൽ ഇനി കൈമാറുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ നിലപാട് ഔദ്യോഗികമായി തന്നെ അറിയിച്ചേക്കും. നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ തൊട്ട അയൽരാജ്യമായതിനാൽ തന്നെ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായ സംരക്ഷണം, അത് അവരുടെ എല്ലാ ഇൻട്രസ്റ്റും പരിഗണിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ബാധ്യസ്ഥമാണ്. അതുപോലെ തന്നെ എല്ലാ പാർട്ടികളുമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള എല്ലാവർക്കും ഒരേപോലെ അംഗീകൃതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് എന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ചൈന നിലവിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണ്, ഇതിൽ ഇടപെടാനില്ലെന്നാണ് ചൈന പ്രതികരിച്ചിട്ടുള്ളത്. UN വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. UN പറഞ്ഞത് അവിടെയുള്ള ജനങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഉൾപ്പെടെ അവർക്ക് നീതി ലഭിക്കണം. എന്നാൽ വധശിക്ഷ ഇപ്പോൾ നടപ്പാക്കുന്ന ഈ ഒരു വിധിയെ അപലപിച്ചുകൊണ്ടാണ് UN രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ മാസം 18 മുൻപേ തന്നെ ഷെയ്ഖ് ഹസീനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം എന്നാണ് ഇന്നലെ പുറത്തു വന്ന 453 പേജിലുള്ള അന്താരാഷ്ട്ര ക്രൈം ട്രൈബ്യൂണൽ കോടതിയുടെ ഉത്തരവ്. എന്തായാലും ബംഗ്ലാദേശ് ഇനി ഒരു ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഔദ്യോഗികമായി ഇനിയൊരു അറിയിപ്പ് നൽകാൻ തന്നെയാകും ബംഗ്ലാദേശിന്റെ നീക്കം. ശരി, അജയ് സുധ ബിജുവാണ് സ്വർണ്ണ നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,335 രൂപ, പവന് 90,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,370, പവന് 74,960 രൂപ. വെള്ളി ഗ്രാമിന് 165 രൂപ, കിലോഗ്രാമിന് 1,65,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇടവേളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നാട്ടിലോട്ട് കാണാം. ഭവ്യ പാർവതി.